ഒരു ഫാമിലിയിൽ എല്ലാവരും പീരിയഡ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഒരു കുട്ടിയോ ഒരു സ്ത്രീയോ മാത്രമല്ല, അവിടെയുള്ള പുരുഷന്മാരും പീരിയഡ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്റ്റോറി പറയാം. ലെറ്റ്സ് ജസ്റ്റ് സേ, ഒരു വീട്ടിലെ ഒരു കുട്ടിക്ക് ഫസ്റ്റ് പീരിയഡ്സ് ആവാൻ പോവുകയാണെന്ന് വെച്ചോ. അപ്പം അതിനെക്കുറിച്ച് അറിവ് കൊടുക്കുന്നത് ആ കുട്ടിയുടെ അമ്മയാവാം. പീരിയഡ്സ് ആവുമ്പോൾ ആ കുട്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പീരിയഡ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് പീരിയഡ്സ് ആകുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഷോക്ക്ഡ് ആയിരിക്കും, പാഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. അപ്പോൾ ഈ ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുന്ന അമ്മയുടെ കൂടെ അച്ഛനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയിൽ ആ കുട്ടിക്ക് ഈ കാര്യങ്ങൾ ഓപ്പണായിട്ട് എല്ലാവരുടെ അടുത്തും ഒരു ജെൻഡർ ഡിസ്പാരിറ്റി ഇല്ലാണ്ട് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആ കുട്ടിയുടെ മനസ്സിൽ വരും. വാട്ട് ഷീ ഹാസ് എ ബ്രദർ, ആ ബ്രദറിനും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ് പീരിയഡ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് പീരിയഡ്സ് ആകുമ്പോൾ ആ ബ്രദർ എമ്പത്തി കാണിക്കും. അത് മാത്രമല്ല, ഇപ്പം എന്താ ആ കുട്ടിയുടെ സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സ്കൂളിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു പീരിയഡ് സ്റ്റെയിനോ ലീക്കോ വന്നു കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്യില്ല, കളിയാക്കില്ല. അത് ഒരു എമ്പതിയോടുകൂടി കണ്ടു തുടങ്ങും. അത് മാത്രം, ഇതേപോലെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ കൊളീഗ്സിനെയും ഒരു പീരിയഡ് ലീവ് എടുത്തു കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്യില്ല. അതേപോലെ തന്നെ ഇപ്പോൾ കല്യാണം കഴിച്ചു എന്ന് വെച്ചോ, ആ കുട്ടി കല്യാണം കഴിച്ചിട്ട് ആ വൈഫിന് പീരിയഡ്സ് ആകുമ്പോൾ ചിലപ്പോൾ PMS കൊണ്ടായിരിക്കും വഴക്കുണ്ടാക്കുന്നത്, മൂഡ് സ്വിങ്സ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരില്ല. പിന്നെ ആസ് ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്, ഒരു ഹസ്ബൻഡ് എന്താണ് കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ഹോട്ട് വാട്ടർ ബാഗ്, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു കെയർ ഉണ്ട്. ആ കെയർ കാണിക്കുമ്പോൾ തന്നെ അവർ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റും നന്നായിട്ട് കൂടും. ഇനിയിപ്പോൾ ഇവർ കല്യാണം കഴിച്ചു, ഇവർക്കൊരു കുട്ടി ഉണ്ടായെന്ന് വെച്ചോ, ദിസ് സൈക്കിൾ കണ്ടിന്യൂസ്. ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ സ്ലോലി ആ സൊസൈറ്റിയിലും ഫാമിലിയിലും പീരിയഡ് ടാബൂസും ഇതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് കൂടും. അവർക്ക് കുറച്ചുകൂടെ ഓപ്പൺ കോൺവെർസേഷൻസ് വരും. ഇതിങ്ങനെ സ്പ്രെഡായി നല്ലൊരു പീരിയഡ് പോസിറ്റീവ് എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രോപ്പർ ഹെൽത്തി മെനാർക്കി ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ നമുക്ക് ഒരു ഗുഡ് ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരും? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട ഫുഡിലാണ്. നമ്മൾ എന്ത് ടൈപ്പ് ഫുഡാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. എപ്പോഴും സ്വിഗ്ഗിയും സൊമാറ്റോയിലും മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് വീട്ടിലെ ഫുഡ് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ചിപ്സ്, ബിസ്ക്കറ്റ് അതൊക്കെ ഒന്ന് കുറയ്ക്കുക. ചോക്ലേറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ഹൈ ഷുഗറി ഐറ്റംസ് ഒന്നും അധികം കുട്ടിക്ക് കൊടുക്കാണ്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, എപ്പോഴും TV കണ്ട് വീട്ടിലിരിക്കാണ്ട് പുറത്ത് പോയി ഒന്ന് കളിക്കൂ എന്നൊന്ന് പറയുക. കൂട്ടുകാരുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ഡെവലപ്പ് ചെയ്യട്ടെ, കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്ന് വരട്ടെ, ഇല്ലെങ്കിൽ ഡാൻസോ അങ്ങനത്തെ എന്തെങ്കിലും കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ് അതിലോട്ടൊക്കെ വിടുക. പിന്നെ നെക്സ്റ്റ് വരുന്നൊരു സംഭവമാണ് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത്. രാത്രി TV കാണണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് വെക്കുക. ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ കയ്യിൽ കൊടുക്കേണ്ട, ഉറങ്ങിക്കോളൂ എന്ന് പറയാം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്. സമയത്തായിരിക്കും ഉറങ്ങേണ്ട, ഫുഡ് കഴിക്കുക, രാത്രി ഒരു 2 to 3 hours ഗ്യാപ്പ് ഫുഡിനും ഉറക്കത്തിനും ഇടയിൽ കൊടുക്കുക, ഒന്ന് ഡൈജഷനൊക്കെ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 10 hours ഓഫ് സ്ലീപ്പ്, 8 to 10 hours ഓഫ് സ്ലീപ്പ് കുട്ടിക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പുവരുത്തുക. രാത്രി ഒരു 10 മണിയോടുകൂടെ കിടന്നുറങ്ങാനുള്ള ശീലങ്ങളാണ് ആൾക്കാർക്ക് അധികം ഇല്ലാത്തത്. ഇപ്പം ഞാനടക്കം ഒരു മണി 2 മണിയൊക്കെ ആവും ഉറങ്ങാൻ വേണ്ടി. സോ ആക്ച്വലി നമ്മുടെ ഹോർമോൺസിന്, കുട്ടികൾക്കാണെങ്കിൽ ഒരു 10 hours ഓഫ് സ്ലീപ്പ്, അഡൾട്ട്സിനാണെങ്കിൽ ഒരു 7 to 8 hours ഓഫ് സ്ലീപ്പ് മതിയാവും. അവർക്ക് കുറച്ചും കൂടി ഗ്രോത്ത് നടക്കുന്ന ഒരു സ്റ്റേജ് അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മമാർ കുട്ടികൾക്ക് മേക്കപ്പ് ഉപയോഗിക്കാൻ കൊടുക്കാറുണ്ട്. ഈ മേക്കപ്പ് സേഫ് ആണോ എന്നൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ മേക്കപ്പിൽ താലേറ്റ്സും പാരബൻസും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ഈസ്ട്രജനെ മിമിക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം മേക്കപ്പ് വാങ്ങുമ്പം ഇപ്പോൾ താലേറ്റ് ഫ്രീ ആണോ പാരബൻ ഫ്രീ ആണോ എന്നൊക്കെ നോക്കിയിട്ട് കെമിക്കൽസ് കുറഞ്ഞ മേക്കപ്പ് വാങ്ങുന്നതായിരിക്കും കുട്ടികൾക്ക്. മേക്കപ്പ് ഇല്ലാത്തതാണ് നല്ലത്, കുട്ടികൾക്ക് വാങ്ങുന്നത് നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് ഈസ്ട്രജനെ മിമിക് ചെയ്യും. ഈസ്ട്രജൻ എന്താണ്? ഹോർമോണാണ്. ഈ ഈസ്ട്രജനാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്യൂബർട്ടിയുടെ സമയത്ത് യൂട്രൈൻ ഡെവലപ്മെൻറ്റിനും കാര്യങ്ങൾക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവം. ഇപ്പോൾ ഈസ്ട്രജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏർലി മെനാർക്കി ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഈ മേക്കപ്പ് വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. സോ നമ്മൾ അകത്ത് കൺസ്യൂം ചെയ്യുന്നതല്ലാതെ പുറത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇത് ഭയങ്കരമായിട്ട് സയൻറ്റിഫിക് ഫാക്റ്റ് ഉള്ളൊരു കാര്യമല്ല. ബട്ട് എന്താണ് നമ്മൾ ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുക, അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.